നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് മാർച്ച് 6-ന് കൊച്ചിയിലെത്തും. എൻഡിഎയുടെ പ്രകടന പത്രിക പുറത്തിറക്കും. ആൻ മരിയ സണ്ണിയാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആൻ, അങ്ങനെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾക്കാണ് കാതോർക്കുന്നത്. പ്രകടന പത്രിക അടക്കം പുറത്തിറക്കും. വിവരങ്ങൾ എങ്ങനെ? ശ്രീനിധി, അങ്ങനെ തന്നെയാണ് നമ്മളും വിലയിരുത്തുന്നത്. കാരണം ഇത് രണ്ടാമത്തെ തവണയാണ്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാമത്തെ തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്തിരിക്കെ ഒരു കേരള സന്ദർശനം, അത് ഏറെ നിർണായകം. അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷയിൽ കൂടിയാണ് കേരളം കാത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മാർച്ച് 6-ന് കൊച്ചിയിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. 6-ന് നടക്കുന്ന മറൈൻ ഡ്രൈവിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളന പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കും. അതോടൊപ്പം തന്നെ ധീവര സമുദായത്തിന്റെ ഒരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുമെന്നും അറിയുന്നുണ്ട്. ഈ പൊതുസമ്മേളന പരിപാടിയിൽ, അതായത് മറൈൻ ഡ്രൈവിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളന പരിപാടിയിലായിരിക്കും BJPയുടെ NDAയുടെ പ്രകടന പത്രിക അദ്ദേഹം അവതരിപ്പിക്കുക. ഈ പ്രകടന പത്രികയിൽ നിരവധി കാര്യങ്ങളായിട്ടുണ്ടാകും. അത് കേരളത്തിന് ആവശ്യമുള്ള, കേരളം കുറെ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന വൻപൻ പ്രഖ്യാപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് കേരളമുള്ളത്. കാരണം കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം, അതൊരു മികച്ച ഭരണം പിടിച്ചതിന് ശേഷം, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചതിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 45 ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രിയെ കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു. അതോടനുബന്ധിച്ച് തന്നെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരികയും, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും ആ ഒരു വരവിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഈ വരവിൽ അതിൽ ഒരു വമ്പൻ പ്രഖ്യാപനങ്ങൾ, കേരളം കുറെ കാലങ്ങളായി ആവശ്യപ്പെടുന്ന വിവിധ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് ഉള്ളത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുള്ള ഈ വരവ് അത് ഏറെ നിർണായകം കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി പ്രധാനമന്ത്രി മാർച്ച് 6-ന് കൊച്ചിയിലെത്തും. ആൻ മരിയ സണ്ണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.